ഹായ് അസ്സലാമലൈക്കും. നമുക്കിന്നൊരു ടേസ്റ്റി വെറൈറ്റി ആയിട്ടുള്ള രസത്തിൻ്റെ റെസിപ്പി നോക്കാം. എപ്പോഴും വെക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്. ബീട്രൂട്ട്, തക്കാളി, വറ്റൽമുളക്, ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവയാണ് ആവശ്യം. ആദ്യം നമുക്കല്പം പുളി വെള്ളത്തിൽ കുതിരാനിടാം. അതിനുശേഷം തൊലി കളഞ്ഞ ബീട്രൂട്ട്, തക്കാളിയും കുക്കറിൽ വെച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയം നമുക്ക് ചുമന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ കടുക് പൊട്ടുമ്പോൾ ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചേർത്ത് വഴറ്റിയെടുക്കാം. വെന്ത ബീട്രൂട്ടും തക്കാളിയും മിക്സിയിലിട്ട് നല്ലവണ്ണം അരച്ചെടുക്കണം. ഈ ബീട്രൂട്ടും തക്കാളിയും വെന്ത വെള്ളം തന്നെയാണ് രസത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതെല്ലാം നല്ലവണ്ണം വഴന്നു വരുമ്പോൾ ജീരകപ്പൊടി, കുരുമുളക് പൊടി, ഉലുവാപ്പൊടി എന്നിവയും കൂടി ചേർത്ത് അരച്ചു വെച്ച ബീട്രൂട്ട്, തക്കാളി എന്നിവയുടെ പേസ്റ്റും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല രീതിയിൽ തിളച്ചതിന് ശേഷം എണ്ണമയം എല്ലാം തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് പുളിവെള്ളവും കൂടി ഒഴിച്ച് തക്കാളിയും ബീട്രൂട്ടും വേവിച്ച വെള്ളവും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യമെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കണം. കായപ്പൊടിയും മല്ലിയിലയും വിതറി കൊടുക്കുക. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആഫ്രിക്കൻ മല്ലിയുടെ ഇലയാണ്. അതാണ് മല്ലിയില ഒരു വ്യത്യാസമായി തോന്നുന്നത്. ബീട്രൂട്ടിൻ്റെ ആ ഒരു കളറും മണവും രുചിയും എല്ലാം ഒരു അടിപൊളി വെറൈറ്റി രസം തന്നെയാണിത്. ബീട്രൂട്ട് കഴിക്കാത്ത ആളുകൾക്ക് പോലും ഇത് ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസ്സലാമു അലൈക്കും.